വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഭൂമി കഥയും കാര്യവും എന്ന ചാപ്റ്ററാണ് കേട്ടോ. സോഷ്യൽ സയൻസ് ആണ്. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ചാനലിൽ പുതിയ ECERT ക്ലാസ്സുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും കറണ്ട് അഫയേഴ്സൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ പറഞ്ഞു, 5ാമത്തെ ചാപ്റ്റർ പറയുന്നത് എന്താണ്? ഭൂമിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മുടെ ഭൂമിയെ കുറിച്ചിട്ടാണല്ലേ പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ബേസിക്കായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതൊക്കെ ഇതിൽ നിന്നാണ് കേട്ടോ. ബേസിക്കായിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഇന്ത്യ ഫാക്റ്റിനെ കുറിച്ചും അതുപോലെ തന്നെ കാലാവസ്ഥയെ കുറിച്ച്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് ഈ ചാപ്റ്ററിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കുറച്ച് ചെറിയൊരു കഥ നൽകിയിട്ട് നമുക്ക് വായിച്ചു നോക്കാം കേട്ടോ. BC 2ാം നൂറ്റാണ്ടിലെ ഒരു പുരാതന പട്ടണം. ജനങ്ങളെല്ലാവരും ആഹ്ലാദ തിമിർപ്പിലാണ്. കാരണം തങ്ങളുടെ രാജകുമാരൻ അയൽ രാജ്യത്തെ അതീവ സുന്ദരിയായ രാജകുമാരിയെ വിവാഹം ചെയ്ത് രാജ്യത്തേക്ക് എഴുന്നള്ളുന്ന ദിവസമാണ്. അവരെ വരവേൽക്കാൻ രാജവീതിയുടെ ഇരുവശങ്ങളിലും ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരുന്നു. രാജകുമാരിയെ കാണുന്നതിനേക്കാൾ കൗതുകത്തോടെ അവർ വീക്ഷിച്ചത് വിവാഹ സമ്മാനമായി ലഭിച്ച കുതിരയുടെ ഉടലും മനുഷ്യൻ്റെ തലയുമുള്ള കൂറ്റൻ സ്വർണ്ണ പ്രതിമയായിരുന്നു. ആഘോഷ ദിനങ്ങൾ അധിക നാൾ നിലനിന്നില്ല. ആ പട്ടണം അതിരൂക്ഷമായ ഒരു വരൾച്ചയിൽപ്പെട്ടു. വരൾച്ചയുടെ കാരണവും പ്രതിവിധിയും അറിയുന്നതിനായിട്ട് രാജാവ് രാജ്യത്തുള്ള ജ്യോതിഷ പണ്ഡിതന്മാരെ വിളിച്ചു ചേർത്തു. രാജകുമാരനെ വിവാഹ സമ്മാനമായി ലഭിച്ച സ്വർണ്ണ പ്രതിമ രാജ്യത്ത് കൊണ്ടുവന്ന ദൗർഭാഗ്യമാണ് വരൾച്ചയ്ക്കുള്ള കാരണമായി ഇവർ കണ്ടെത്തിയത്. പ്രതിവിധിയായി അവർ നിർദ്ദേശിച്ചു സ്വർണ്ണ പ്രതിമയെ ഭൂമിയുടെ അറ്റത്ത് കൊണ്ടുപോയി താഴേക്ക് ഉപേക്ഷിക്കുക എന്ന്. അപ്പോൾ നമുക്ക് ഈ ഒരു കഥ വായിച്ചില്ലേ? അപ്പോൾ നമുക്കിതിൽ നിന്ന് എങ്ങനെയാണ് അവർക്ക് ഭൂമിയുടെ അറ്റം ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? നമുക്ക് നോക്കാം. സ്വർണ്ണ പ്രതിമയെ ഭൂമിയുടെ അറ്റത്ത് നിന്ന് താഴേക്ക് വലിച്ചെറിയാൻ അവർക്ക് കഴിഞ്ഞിരിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? കാരണം ഭൂമിയെക്കുറിച്ചിട്ട് കണ്ടുപിടിക്കണം. ഭൂമിയുടെ ഓരോ ഭാഗങ്ങളും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് അവർ കണ്ടുപിടിച്ചതെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഭൂമിയുടെ ആകൃതി അറിയണം അല്ലേ? ഭൂമിയുടെ വലിപ്പം, ഭൂമിയുടെ ആകൃതിയൊക്കെ അറിഞ്ഞാൽ മാത്രമാണ് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഭൂമിയുടെ അറ്റത്ത് പോയിട്ട് എന്ത് ഇടാൻ പറ്റുള്ളൂ? ഈ സ്വർണ്ണ പ്രതിമ ഇടാനായിട്ട് പറ്റുള്ളൂ. വളരെ കാലം ആളുകൾ വിശ്വസിച്ചിരുന്നത് ഭൂമി പരന്നതാണ് എന്നാണ് അല്ലേ? ആദ്യം വിശ്വസിച്ചിരുന്നത് നമുക്കറിയാം ഭൂമി പരന്നതെന്നായിരുന്നു. എന്നാൽ ഭൂമിയുടെ ആകൃതി കുറിച്ചുള്ള ധാരണകൾ പുരാതന കാലം മുതൽക്കേ ജനങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നു. ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച് പ്രചരിച്ചിട്ടുള്ള കഥകൾ പലപ്പോഴും ഭാവനാപൂർണവും രസകരവുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയായിരുന്നു വിശ്വസിച്ചിരുന്നതെന്നുള്ളത്. കുറേ ശാസ്ത്രജ്ഞന്മാർ ഓരോന്നോരോന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഭൂമിയുടെ ആകൃതി വിശ്വാസങ്ങളിൽ നിന്നും വസ്തുതകളിലേക്ക്. അപ്പോൾ വിശ്വാസങ്ങൾ ആദ്യം വിശ്വസിച്ചിരുന്നതിൽ നിന്നും നമ്മൾ എന്താണ് കറക്റ്റ് തെളിവ് അടിസ്ഥാനമായിട്ട് എന്ത് കൊണ്ടുവരാണ്? ഭൂമിയുടെ ആകൃതിയും എങ്ങനെയാണെന്ന് കൊണ്ടുവരാണ്. BC 7ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് തത്വചിന്തകനായ തെയിൽസാണ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് ആദ്യമായിട്ട് ഈ ആശയം മുന്നോട്ട് വെച്ചത്. ആരാണ്? തെയിൽസാണ് കേട്ടോ. തെയിൽസ് ആരാണ്? ഗ്രീക്ക് തത്വചിന്തകനാണ്. എന്താണ് പറയുന്നത്? ഭൂമിക്ക് ഗോളാകൃതിയാണെന്നുള്ള ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചു. എന്നാൽ ഈ ഗോളം ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹം എന്താണ് വിശ്വസിച്ചിരുന്നത്? ഈ ഗോളം എന്ന് പറയുന്നത് ജലത്തിൽ പൊങ്ങിക്കിടക്കുകയാണെന്നാണ് വിശ്വസിച്ചിരുന്നത്. ഗ്രീക്ക് തത്വചിന്തകന്മാരായ പൈതഗോറസും അരിസ്റ്റോട്ടിലുമാണ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ചത്. അപ്പോൾ ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ചത് ആരാണ്? ഗ്രീക്ക് തത്വചിന്തകന്മാരായ പൈതഗോറസും അരിസ്റ്റോട്ടിലുമാണ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്നത് സ്ഥാപിച്ചത്. ആശയം മുന്നോട്ട് വെച്ചത് തെയിൽസ് ആയിരുന്നു. എന്നാൽ പൈതഗോറസും അരിസ്റ്റോട്ടിലുമാണ് എന്ത് ചെയ്യുന്നത്? ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സ്ഥാപിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഈ ആശയത്തോട് വളരെയധികം വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. പിന്നീട് കോപ്പർനിക്കസ് ഈ ആശയത്തെ ശക്തമായി പിന്താങ്ങി. അങ്ങനെ പിന്നീട് ആരാണ് വരുന്നത്? കോപ്പർനിക്കസ് ആണല്ലേ വരുന്നത്. ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞനായ ആര്യഭടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും ഉറച്ചു വിശ്വസിക്കുന്നു. അതിനുശേഷം ആര് വന്നു? ആര്യഭടൻ വന്നു. ആര്യഭടനും എന്താണ് വിശ്വസിച്ചിരുന്നത്? ഭൂമി എന്ന് പറയുന്നത് ഗോളാകൃതിയാണ്, എന്നാൽ സാങ്കല്പിക അച്ചുതണ്ടിലാണ് സ്വയം കറങ്ങുന്നു എന്ന് വിശ്വസിച്ചിരുന്നു. വർഷങ്ങൾക്ക് ശേഷം മഗല്ലൻ എന്ന നാവികൻ്റെ ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്ര ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചു. അതിനുശേഷം ആര് വന്നു? മഗല്ലൻ എന്ത് ചെയ്തു? നാവികയാത്ര നടത്തിയില്ലേ? അതിലൂടെയാണ് എന്ത് മനസ്സിലാക്കുന്നത്? ഭൂമി ഉരുണ്ടതാണെന്ന് മനസ്സിലാക്കിയത്. സർ ഐസക് ന്യൂട്ടൺ ഭൂമിക്ക് കൃത്യമായ ഗോളത്തിൻ്റെ ആകൃതിയല്ലെന്ന് കണ്ടെത്തി. ധ്രുവപ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണെന്ന് അദ്ദേഹം സ്ഥാപിച്ചു. അപ്പോൾ നമ്മൾ എന്താണ് ആദ്യം തന്നെ നോക്കി ആരാണ് വരുന്നത്? തെയിൽസ് ആണ് വരുന്നത്. തെയിൽസ് പറയാണ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് വിശ്വസിച്ചിരുന്നു.
അതിനുശേഷം അരിസ്റ്റോട്ടിലും പൈതഗോറസും വന്നു. അപ്പോൾ അവരത് ഉറപ്പിച്ചു അല്ലേ, ഇത് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് ഉറപ്പിച്ചു. അതുപോലെ തന്നെ ആര്യഭടനും വിചാരിച്ചിരുന്നത് എന്ത് തന്നെയാണ്, ഭൂമിക്ക് ഗോളാകൃതിയാണ്, അതുപോലെ തന്നെ സ്വയം അച്ചുതണ്ടിൽ കറങ്ങുന്നു എന്ന് വിശ്വസിച്ചിരുന്നു. അതിനുശേഷം മഗലന് നാവികയാത്ര നടത്തിയില്ലേ, മഗലൻ നാവികയാത്ര നടത്തിയപ്പോൾ, ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്ര നടത്തിയപ്പോഴാണ് ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിക്കുന്നത്. അങ്ങനെ അതിനുശേഷം ഇത് ഭൂമി ഉരുണ്ടത് മാത്രമല്ല, ഭൂമി ചെറിയൊരു വ്യത്യാസമുണ്ട് അല്ലേ, അതാണ് നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ ഭൂമിയുടെ ആകൃതി ആരാണ് കണ്ടെത്തിയത്, സർ ഐസക് ന്യൂട്ടൺ ആണ് കണ്ടെത്തിയത്. സർ ഐസക് ന്യൂട്ടൺ എന്നാണ് പറഞ്ഞത്, ധ്രുവപ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണെന്നാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത്. അപ്പോൾ ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതി എന്ത് വിളിക്കുന്നു, ജിയോയിഡ് എന്ന് വിളിക്കുന്നു. ജിയോയിഡ് എന്നാണ് വിളിക്കുന്നത് അല്ലേ. ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായിട്ട് വീർത്തതുമായ ഗോളാകൃതിയാണ് ജിയോയിഡ് എന്ന് വിളിക്കുന്നത്. ജിയോയിഡ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം, ഭൂമിയുടെ ആകൃതി എന്നാണ്. ജിയോയിഡിൻ്റെ അർത്ഥം എന്താണ്, ഭൂമിയുടെ ആകൃതി എന്നാണ്. അപ്പോൾ ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയെ ജിയോയിഡ് എന്നാണ് വിളിക്കുന്നത്. ജിയോയിഡ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്, ഭൂമിയുടെ ആകൃതി എന്നാണ്. അപ്പം നമ്മൾ പറഞ്ഞ ആൾക്കാർ നോക്കി ഇവിടെ നൽകിയിട്ടുണ്ടല്ലേ, ദൈൽസ് ആദ്യം പറഞ്ഞു എന്ന് മനസ്സിലായി, അങ്ങനെ പൈതഗോറസും അരിസ്റ്റോട്ടിലും ഓർപ്പിച്ചു എന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ആര്യഭടനും അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. അങ്ങനെ മഗലൻ നാവികയാത്ര കപ്പൽ യാത്ര നടത്തി ഉറപ്പിച്ചു. കോപ്പർനിക്കസ് എന്ത് പറഞ്ഞു, ഭൂമി പരന്നതാണെന്നും ഭൂമി ഉരുണ്ടതാണെന്ന് ഉറപ്പിച്ചു. അതുപോലെ തന്നെ ഐസക് ന്യൂട്ടൺ എന്നാണ് വിശ്വസിച്ചിരുന്നത്, അദ്ദേഹമാണ് ജിയോയിഡ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ബഹിരാകാശ ചിത്രങ്ങളിൽ നിന്നും ഭൂമിയുടെ ആകൃതി നമുക്ക് കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റും അല്ലേ. അമ്പമ്പോ എത്ര വലുതാണ് ഈ ഭൂമി, നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് എത്ര ദൂരമുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ, എത്ര ദൂരമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന് പോകുമ്പോൾ എത്ര സമയം വേണ്ടി വരുമോ സ്കൂളിലേക്ക് പോകുന്നതിനായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. 11 വർഷങ്ങൾ കേട്ടോ. കാനഡക്കാരനായ ജീൻ ബലിവോ എന്ന സാഹസിക സഞ്ചാരിക്ക് കാൽനടയായും കപ്പൽ യാത്രയായും ഭൂമിയെ വലം വയ്ക്കുവാൻ എത്ര വർഷം വേണ്ടി വന്നു, 11 വർഷങ്ങൾ വേണ്ടി വന്നു. ആരായിരുന്നു, കാനഡക്കാരനായിട്ടുള്ള ഒരു ജീൻ ബലിവോ എന്ന് പറയുന്ന ഒരു സാഹസിക സഞ്ചാരി ഉണ്ടായിരുന്നു. അദ്ദേഹം കപ്പൽ യാത്ര ചെയ്തിട്ടും അതുപോലെ തന്നെ നടന്നിട്ടൊക്കെ ഭൂമിയെ വലം വയ്ക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവർക്ക് എത്ര വർഷങ്ങൾ വേണ്ടി വന്നു, 11 വർഷങ്ങളാണ് വേണ്ടി വന്നത് ഒരു ഭൂമിയെ ചുറ്റുന്നതിനായിട്ട്. അപ്പോൾ എത്ര ടോളം വലിപ്പമുണ്ടാവുമെന്ന് മനസ്സിലായല്ലോ. നാം വസിക്കുന്ന ഈ ഗോളത്തിൻ്റെ ചുറ്റളവ് ഏകദേശം 40,000 കിലോമീറ്റർ ആണ്. ഇനി ഭൂമിയിൽ ഞാൻ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ, ഭൂമിയിൽ ഞാൻ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇത്രയും വലിയ ഈ ഭൂമിയിൽ നിങ്ങൾ എവിടെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഏഷ്യ വൻകരയിലാണല്ലേ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്, ഏഷ്യ വൻകരയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യ വൻകരയിൽ ഇന്ത്യയിൽ കേരളത്തിൽ നാം എവിടെയായിരിക്കും എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അങ്ങനെ ഭൂമിയിൽ ഓരോ വസ്തുവിനും പ്രദേശത്തിനും കൃത്യമായ സ്ഥാനങ്ങളുണ്ട്. സ്ഥാനനിർണ്ണയം നടത്തുന്നത് ആകട്ടെ ചില അളവുകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ചില അളവുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, സ്ഥാനനിർണ്ണയം നടത്തുന്നത് ചില അളവുകളുടെ അടിസ്ഥാനത്തിലാണ്. ഒരു വസ്തുവിൻ്റെയോ പ്രദേശത്തിൻ്റെയോ സ്ഥാനം എങ്ങനെയാണ് നിർണ്ണയിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരാളെ കുറിച്ച് പഠിക്കാനുണ്ട്. ആരാണ്, നമ്മൾ പറഞ്ഞൊരു ഈറോത്തോസ്തനീസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനുണ്ട്. അപ്പോൾ നമ്മൾ തെയിൽസിനൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കുറച്ച് ശാസ്ത്രജ്ഞന്മാർ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി വരുന്ന ആളാണ് ഈറോത്തോസ്തനീസ്. അദ്ദേഹം ആരാണ്, BC 3-ാം നൂറ്റാണ്ടിൽ ഗ്രീക്ക് തത്വചിന്തകനായ ഈറോത്തോസ്തനീസ്. സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിനെ കോണളവിനെ മാത്രം ആശ്രയിച്ചാണ് ഭൂമിയുടെ ചുറ്റളവ് 2,50,000 സ്റ്റേഡിയ എന്ന് കണ്ടെത്തിയത്. അപ്പോൾ അദ്ദേഹം എന്നാണ് കണ്ടെത്തിയത്, ഈറോത്തോസ്തനീസ് എന്നാണ് കണ്ടെത്തിയത്. ഭൂമിയുടെ ചുറ്റളവ് കണക്കാക്കുകയാണ് അല്ലേ. പക്ഷെ എന്ത് അടിസ്ഥാനത്തിലായിരുന്നു, സൂര്യപ്രകാശം ഭൂമിയിൽ പതിക്കുന്നതിനെ കോണളവിനെ മാത്രം ആശ്രയിച്ചിട്ടായിരുന്നു 2,50,000 സ്റ്റേഡിയ ആണെന്ന് കണക്കാക്കിയിരുന്നത്. അപ്പോൾ ഈ സ്റ്റേഡിയ എന്ന് വെച്ചാൽ എന്താണ്, ഗ്രീസിൽ അക്കാലത്ത് ദൂരം അളക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന യൂണിറ്റാണ് ഈ സ്റ്റേഡിയ എന്ന് പറയുന്നത്. ഭൂമിയുടെ യഥാർത്ഥ ചുറ്റളവിനോട് ഏകദേശം അടുത്ത് നിൽക്കുന്ന ഈ കണക്ക് അദ്ദേഹം കണ്ടെത്തിയത് ഇന്നത്തെ പോലെ സംവിധാനങ്ങളൊന്നുമില്ലാത്ത സമയത്തിലാണ്. അപ്പോൾ എന്താണ് പറയുന്നത്, നമുക്ക് ഇന്ന് കുറേ സംവിധാനങ്ങളുണ്ടല്ലേ ചുറ്റളവ് കണ്ടുപിടിക്കുന്നതിനൊക്കെ ആയിട്ട്. പക്ഷെ അദ്ദേഹം സൂര്യപ്രകാശം ഭൂമിയിൽ പതിക്കുന്നതിനെ കോണളവ് മാത്രം നോക്കിയിട്ട് എന്ത് പറയുകയാണ്, ഭൂമിയുടെ ആകൃതിയും ഭൂമിയുടെ എന്ത് പറയുകയാണ് ചുറ്റളവ് എത്രയാണെന്നുള്ളത് കണക്കാക്കാൻ അല്ലേ സ്റ്റേഡിയയിലാണ് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. ആരാണ്, ഈറോത്തോസ്തനീസ്.
ഗോളാകൃതിയിലുള്ളതും അതിവിശാലവുമായ ഈ ഭൂമിയിൽ നാം എങ്ങനെ ഒരു പ്രദേശത്തിൻ്റെയോ വസ്തുവിൻ്റെയും സ്ഥാനം നമ്മൾ കണ്ടെത്തുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ക്ലാസ്സിൽ പറയുന്ന ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. അപ്പോൾ ഇനിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള പോയിന്റ്സ് വരുന്നത്. നമുക്കറിയാം അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് PSCയിൽ അല്ലേ. അപ്പോൾ ഭൂമിയിലെ വരകൾ നോക്കി, ഭൂമിയിൽ ഇങ്ങനെ കുറേ വരകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഇങ്ങോട്ടും വരകൾ ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ ഇങ്ങോട്ടും വരകൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ വരകളൊക്കെ എന്താണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. ഭൂമിയിലെ ഏതൊരു പ്രദേശത്തിൻ്റെയും സ്ഥാനം ഇത്തരം വരകളുടെ അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കാം. ഈ വരകൾ ഓരോന്നും കൃത്യമായ കോണീയ അളവുകളുടെ അടിസ്ഥാനത്തിലാണ് ഗോളോപരിതലത്തിൽ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വരകളൊക്കെ കറക്റ്റ് ആണല്ലേ, കറക്റ്റ് വാല്യൂറ്റ് ആണല്ലേ, കോണീയ അളവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഗോളോപരിതലത്തിൽ വരച്ചിട്ടുള്ളത്. ഒരു ഗ്ലോബിൽ നെടുകയും കുറുകയും വരകൾ വരച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? നമ്മൾ നേരത്തെ കണ്ടില്ലേ, നോക്കിയേ, ഇങ്ങനെ നെടുകയും വരച്ചിട്ടുണ്ടായിരിക്കും, അതുപോലെ തന്നെ എന്താണ് കുറുകയും വരച്ചിട്ടുണ്ടായിരിക്കില്ലേ രേഖകൾ. അങ്ങനെ നെടുകി കാണുന്ന വരകളെയാണ് അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അക്ഷാംശ രേഖകൾ? ഇങ്ങനെ കാണുന്നതല്ലേ, ഇതിനെയാണെന്ന് പറയുന്നത് അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അക്ഷാംശ രേഖ എന്ന് പറയുന്നത്, ഇതാണ് അക്ഷാംശ രേഖ എന്ന് പറയുന്നത്. ഇനി കുറുകി കാണുന്ന വരകളുണ്ടെന്ന് പറഞ്ഞത്, നമ്മെ എങ്ങനെ കുറുകി കാണുന്ന വരകളുണ്ടെന്ന് പറഞ്ഞു അല്ലേ, ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് രേഖാംശ രേഖ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നെടുകി കാണുന്ന വരകളെ അക്ഷാംശ രേഖകളെന്നും കുറുകെ കാണുന്ന രേഖകളെ എന്തെന്ന് പറയുന്നു? രേഖാംശ രേഖകളെന്നും വിളിക്കുന്നു. ഗ്ലോബിലും ഭൂപടത്തിലുമൊക്കെ ഈ കാണുന്ന രേഖകൾ സാങ്കല്പിക രേഖകളാണ്. അപ്പോൾ എന്താണ് നമ്മൾ പറയുന്നത്? അക്ഷാംശ രേഖകളുണ്ട്, രേഖാംശ രേഖകളുണ്ട്. നമ്മളൊരു ഗോളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണുന്നതിനെയാണ് അല്ലേ, ഇതിലെങ്ങനെ കാണപ്പെടുന്നതിനെയാണെന്ന് പറയുന്നത് അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. ഇങ്ങനെ കാണപ്പെടുന്നതിനെയാണെന്ന് പറയുന്നത് രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അക്ഷാംശ രേഖകൾ എന്ന് വെച്ചാൽ എന്താണ്? ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഭൗമോപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുമുള്ള കോണീയ അകലത്തെയാണ് അക്ഷാംശം എന്ന് പറയുന്നത്. ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഭൗമോപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുമുള്ള കോണീയ അകലത്തെയാണെന്ന് പറയുന്നത് അക്ഷാംശം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരേ കോണീയ അളവുകളെ തമ്മിൽ യോജിപ്പിച്ചാൽ അക്ഷാംശ രേഖകളാകും. അതായത് നോക്കിയേ, ഇതാണ് നമ്മുടെ ഭൂമി നൽകിയിട്ടുണ്ട്. ഈ ഭൂമിയിൽ എന്താ പറഞ്ഞത്? ഭൂമിയുടെ കേന്ദ്രം അല്ലേ, ഈ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്നും ഈ ഭൗമോപരിതലത്തിലേക്കുണ്ടല്ലോ, ഇതാണ് ഭൂമിയുടെ കേന്ദ്രം എന്ന് പറയുന്നത്. അതിൽ നിന്നും എന്താണ് ഈ ഭൗമോപരിതലത്തിലേക്ക് എന്ത് സംഭവിക്കുകയാണ്? ഓരോ പോയിന്റിലും കോണീയ അളവുകൾ ഉണ്ടായിരിക്കും, ഓരോ കോണീയ അകലങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ വരയ്ക്കുന്ന ഓരോ വരകളിലെ സാങ്കല്പിക രേഖകളെയാണെന്ന് പറയുന്നത് അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. കൂട്ടിമുട്ടിക്കാണല്ലേ, അതായത് ഇതാണ് നമ്മളെ പറഞ്ഞത് ഭൂമിയുടെ മധ്യരേഖ എന്ന് പറയുന്നത്, ഇതാണ് ഭൂമിയുടെ മധ്യം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ മധ്യത്തിൽ നിന്നും എന്ത് സംഭവിക്കുകയാണ്? ഓരോ രേഖകളിലേക്കും ഈ ഭൗമോപരിതലത്തിലെ ഓരോ ഭാഗത്തേക്കും എന്ത് സംഭവിക്കുകയാണ്? നമ്മളൊരു അക്ഷാംശ രേഖ ഉണ്ടെന്ന് സങ്കല്പിക്കുകയാണല്ലേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കൂട്ടിമുട്ടിയില്ലോ, ഇങ്ങനെ ഓരോ ഭാഗം കൂട്ടിമുട്ടുമ്പോൾ ഒരു വര ലഭിക്കും അല്ലേ, ഒരു ലേ ലഭിക്കും. അതിനെയാണ് നമ്മൾ അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്നും ഭൗമോപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുമുള്ള കോണീയ അകലത്തെയാണ് അക്ഷാംശം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരേ കോണീയ അളവുകളെ തമ്മിൽ യോജിപ്പിച്ചാൽ എന്താവും? അക്ഷാംശ രേഖകളാകും. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് അച്ചുതണ്ട് എന്ന് പറയുന്നത്? ഒരു പന്തിൻ്റെ മധ്യഭാഗത്തു കൂടി ഒരു ദണ്ട് കടത്തി പന്തിനെ ഒന്ന് കറക്കി നോക്കൂ. ഈ ദണ്ടാണ് പന്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അച്ചുതണ്ട് എന്ന് പറയുന്നത് അല്ലേ. അതായത് നമ്മളൊരു പന്ത് എടുക്കുകയാണ്, ആ പന്തിൻ്റെ നടുവിൽ കൂടി എന്ത് ചെയ്യാണ്? ഒരു ദണ്ട് കടത്തി, എന്നിട്ട് നമ്മൾ കറക്കി നോക്കുകയാണ്. അപ്പോൾ നമ്മളൊരു സംഭവത്തെ വെച്ചിട്ടല്ലേ അല്ലേ, നമ്മൾ എന്താണ് പറഞ്ഞത്? ഒരു ദണ്ട് പിടിച്ചിട്ടാണല്ലോ ഈ പന്ത് കറങ്ങുന്നത്. അപ്പോൾ ഈ ദണ്ടാണ് ഇതിനെന്ന് പറയുന്നത്. പന്തിനെ വെച്ച് നോക്കുകയാണെന്നെങ്കിൽ ഈ ദണ്ടാണ് ഈ പന്തിൻ്റെ അച്ചുതണ്ട് എന്ന് പറയുന്നത്. അതുപോലെ ഭൂമിയുടെ കേന്ദ്രഭാഗത്തു കൂടി കടന്നു പോകുന്ന ഒരു ദണ്ടുണ്ടെന്ന് സങ്കല്പിക്കാം. ഭൂമിയുടെ കേന്ദ്രഭാഗത്തു കൂടി എന്ത് ചെയ്യാണ്? ഒരു ദണ്ട് കടന്നു പോകുന്നുണ്ടെന്ന് വിചാരിക്കാം. ഈ സാങ്കല്പിക ദണ്ടിനെയാണ് ഭൂമിയുടെ അച്ചുതണ്ട് എന്ന് പറയുന്നത്. ഈ അച്ചുതണ്ടിനെ അടിസ്ഥാനമാക്കിയാണ് ഭൂമി സ്വയം കറങ്ങുന്നത്. ക്ലിയർ ആയല്ലോ? അതായത് ഭൂമിയുടെ മധ്യഭാഗത്തു കൂടി ഒരു ദണ്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ അതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഭൂമി സ്വയം കറങ്ങുന്നത്. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഭൂമിയുടെ സ്വയം അച്ചുതണ്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അക്ഷാംശ രേഖകൾ എങ്ങനെയാണ് വരയ്ക്കുക എന്ന് പറയുന്നുണ്ട്. നമുക്കൊന്ന് വായിച്ച് നോക്കാം അല്ലേ. ഉള്ളു പൊള്ളയല്ലാതെ ഒരു പന്തിനെ നെടുകെ ഛേദിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു ആക്ടിവിറ്റീസ് നൽകിയിട്ടുള്ളതാണ് കേട്ടോ സ്റ്റുഡൻസിനായിട്ടാണ്.
0 മുതൽ 90 ഡിഗ്രി വരെ കോണളവുകൾ രേഖപ്പെടുത്തിയതിനു ശേഷം ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളതുപോലെ പന്തിൻ്റെ ഉപരിതലത്തിലൂടെ നിര തെറ്റാതെ പൊട്ടുകൾ ഒട്ടിച്ച് ഓരോ തുല്യ കോണളവുകളെയും തമ്മിൽ യോജിപ്പിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നോക്കി നോക്കിയാൽ നമ്മൾ ഈ രേഖകൾ തമ്മിൽ നമ്മൾ പറഞ്ഞില്ലേ, ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്നും ഉപരിതലത്തിലേക്ക് ഓരോ പോയിന്റുകളുണ്ട്. അപ്പോൾ അതിങ്ങനെ കറക്റ്റ് കോണളവിൽ ഇങ്ങനെ വിഭജിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് അക്ഷാംശ രേഖകൾ വരയ്ക്കുന്നത്. ഗ്ലോബിൻ്റെ മധ്യഭാഗത്തു നിന്നും ഇരുഭാഗങ്ങളിലേക്കും വൃത്തങ്ങൾ ചെറുതായിട്ട് വരുന്നത് കണ്ടില്ലേ. ഗ്ലോബിൻ്റെ മധ്യഭാഗത്തു നിന്നും എന്ത് ചെയ്യാണ്, മറ്റു ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും, വൃത്തങ്ങൾ ചെറുതായിട്ട് വരില്ലേ. ഇങ്ങനെ ഒരേ കോണീയ അകലത്തിലുള്ള അക്ഷാംശങ്ങളെ യോജിപ്പിക്കുന്നതിനായിട്ട് പൊട്ടുകൾ ഉപയോഗിച്ചപ്പോൾ വേണ്ട പൊട്ടുകളുടെ എണ്ണം കുറഞ്ഞു. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഗ്ലോബിൻ്റെ മധ്യഭാഗത്തായി കാണപ്പെടുന്ന അക്ഷാംശ രേഖയാണ് ഏറ്റവും വലിപ്പമേറിയത്. ഈ അക്ഷാംശ രേഖയാണ് എന്ന് പറയുന്നത് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അക്ഷാംശ രേഖകൾ പറഞ്ഞു അല്ലേ. അക്ഷാംശ രേഖകൾ എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞു, ഇങ്ങനെ പോകുന്നതിനെയാണ് അക്ഷാംശ രേഖകൾ എന്ന് പറഞ്ഞു അല്ലേ. ഇങ്ങനെ പോകുന്ന അക്ഷാംശ രേഖകളിൽ ഈ ഭൂമിയുടെ നടുക്കായിട്ട് ഒരു രേഖ ഉണ്ടായിരിക്കും അല്ലേ. ഭൂമിയുടെ നടുക്കായിട്ട് എന്തുണ്ടായിരിക്കാം, ഒരു രേഖ ഉണ്ടായിരിക്കും. ഭൂമിയുടെ നടുക്കായിട്ട് ഒരു രേഖ ഉണ്ടായിരിക്കും. ഇതാണ് ഭൂമിയുടെ നടുക്കുള്ള രേഖ എന്ന് പറയുന്നത്, അക്ഷാംശ രേഖ അല്ലേ. അക്ഷാംശ രേഖ അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. ഭൂമധ്യരേഖ എന്ന് വെച്ചാൽ എന്താണ്, ഒരു അക്ഷാംശ രേഖയാണ്. ഭൂമിയുടെ നടുക്ക് കാണപ്പെടുന്ന അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ എന്നറിയപ്പെടുന്നത്. ഈ അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. ഈ രേഖീയ കോണീയ അളവ് എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. നോക്കിയേ, 0 ഡിഗ്രി അല്ലേ. ഭൂമധ്യരേഖ എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. ഈ രേഖയ്ക്ക് 90 ഡിഗ്രി വടക്കും 90 ഡിഗ്രി തെക്കുമായി കാണുന്ന അക്ഷാംശങ്ങൾ വൃത്തങ്ങളാണ്. നോക്കിയേ, 90 ഡിഗ്രി വടക്കും നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ എന്താണ് 90 ഡിഗ്രി തെക്കും നൽകിയിട്ടുണ്ട് അല്ലേ. 90 ഡിഗ്രി വടക്കും 90 ഡിഗ്രി തെക്കും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഈ രേഖയ്ക്ക് ഈ 90 ഡിഗ്രി വടക്ക് കാണപ്പെടുന്നുണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഉത്തരധ്രുവം എന്ന് പറയുന്നത്. ഉത്തരധ്രുവം എന്ന് പറയുന്നത് എന്താണ്, ഉത്തരധ്രുവം എന്ന് വെച്ചാൽ വടക്കാണ് അല്ലേ. ഉത്തരാർദ്ധഗോളം എന്നൊക്കെ പറയുമ്പോൾ ഉത്തരം എന്ന് വെച്ചാൽ എന്താണ്, വടക്ക് എന്നാണ് മീനിങ് വരുന്നത്. അപ്പോൾ 90 ഡിഗ്രി വടക്ക് എന്ന് പറയുന്നത് ഉത്തരധ്രുവവും 90 ഡിഗ്രി തെക്ക് എന്ന് പറയുന്നത് എന്താണ്, ദക്ഷിണ ധ്രുവവുമാണ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതാണ് ഉത്തര ധ്രുവമെന്നും ദക്ഷിണ ധ്രുവമെന്നും പറയുന്നത്. മറ്റ് അക്ഷാംശ രേഖകളെല്ലാം തന്നെ വൃത്തങ്ങളാണ് അല്ലേ. മറ്റ് അക്ഷാംശ രേഖകളൊക്കെ എന്താണ്, വൃത്തങ്ങളാണ്. ഈ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായിട്ട് വരച്ചിട്ടുള്ള വൃത്തങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. ബാക്കിയുള്ളതൊക്കെ വൃത്തങ്ങളായിട്ട് നമ്മൾ നോക്കി ഇങ്ങനെ അപ്പുറത്ത് കൂടെ ഉണ്ടാവില്ല, അപ്പോൾ ഒരു വട്ടമായിട്ട് മാറും. പക്ഷെ ധ്രുവങ്ങളിലൊന്നും എന്തുണ്ടായിരിക്കില്ല, സാങ്കല്പിക വൃത്തങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിലെ അക്ഷാംശ രേഖകളെ വടക്ക് അക്ഷാംശ രേഖകളെന്നും ദക്ഷിണാർദ്ധഗോളത്തിലുള്ളവയെ തെക്ക് അക്ഷാംശ രേഖകളും എന്നാണ് പറയുന്നത്. ഉത്തരാർദ്ധഗോളത്തിലെ അക്ഷാംശ രേഖകളെ വടക്ക് അക്ഷാംശ രേഖ എന്ന് പറയും, ദക്ഷിണാർദ്ധഗോളത്തിലുള്ളവയെ എന്ന് പറയും തെക്ക് അക്ഷാംശ രേഖകൾ എന്നാണ് പറയുന്നത്. ഇനി എന്താണ് രേഖാംശ രേഖകൾ? നമ്മൾ അക്ഷാംശ രേഖകൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി എന്താണ് രേഖാംശ രേഖകൾ എന്ന് വെച്ചാൽ എന്താണ്, ഗ്ലോബിലെ ഇരു ധ്രുവങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് വരച്ചിരിക്കുന്ന രേഖകളെയാണ് രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു അല്ലേ, ഇവിടെ നമ്മൾ പറഞ്ഞു ഉത്തര ധ്രുവമുണ്ട്, ഇവിടെ അതുപോലെ തന്നെ ഇവിടെ എന്ത് പറഞ്ഞു, ദക്ഷിണ ധ്രുവമുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ ഓരോ ധ്രുവത്തെയും തമ്മിൽ യോജിപ്പിച്ച് ഇങ്ങനെ വരയ്ക്കുന്ന രേഖകളെയാണെന്ന് പറയുന്നത് രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. അക്ഷാംശ രേഖകൾക്കും ലംബമായി വരച്ചിട്ടുള്ള വക്രരേഖകളാണിവ. അക്ഷാംശ രേഖകൾക്ക് എന്താണ്, ലംബമായിട്ടുള്ള ഇതാണ് അക്ഷാംശം എന്ന് വെച്ചാൽ ഇതിൻ്റെ ലംബമാണല്ലോ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ലംബമായി വരച്ചിട്ടുള്ള വക്രരേഖകളാണിവ. ഇനി ഇത് ചോദിച്ചിട്ടുണ്ട്, ഈ നമ്മൾ നോക്കിയേ, ഈ ചിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും തമ്മിൽ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് എന്ത് കാണാനായിട്ട് പറ്റും, ഇരു ധ്രുവങ്ങളെയും ബന്ധിപ്പിച്ചിട്ട് എന്തുണ്ടായിരിക്കാം, ഒരു പന്ത് ഉണ്ടായിരിക്കും, രേഖകൾ ഉണ്ടായിരിക്കും. ഇരു ധ്രുവങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ചിട്ട് എന്തുണ്ടെന്ന് പറഞ്ഞു, ഒരു രേഖ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് നമ്മൾ എന്ത് പറഞ്ഞു, അക്ഷാംശ രേഖ പറഞ്ഞു അല്ലേ, 0 ഡിഗ്രി അക്ഷാംശ രേഖ എന്ന് പറഞ്ഞു അല്ലേ. അതെന്ന് പറയുന്നത് എന്തായിരുന്നു, ഒരു അക്ഷാംശ രേഖയായിരുന്നു. ഭൂമിയുടെ മധ്യഭാഗത്തു കൂടി കാണപ്പെടുന്ന അക്ഷാംശ രേഖ ഏതാണെന്ന് ചോദിച്ചാൽ 0 ഡിഗ്രി അക്ഷാംശ രേഖയായിരുന്നു. അതുപോലെ തന്നെ രേഖാംശ രേഖ എന്ന് പറയുന്നത് എന്താണ്, 0 ഡിഗ്രി രേഖാംശ രേഖ എന്ന് പറയുന്നത് ഈ ഇതിനെയാണ് പറയുന്നത്. അതായത്
രേഖാംശ രേഖയല്ലേ, രേഖാംശ രേഖ എന്ന് വെച്ചാൽ 0 ഡിഗ്രി രേഖാംശ രേഖ എന്ന് വെച്ചാൽ എന്താണ്, ഇതുപോലെ തന്നെ ഭൂമിയുടെ മധ്യത്തിൽ കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖയാണ് 0 ഡിഗ്രി രേഖാംശ രേഖ എന്ന് പറയുന്നത്. അതിനെയാണ് എന്ന് പറയുന്നത് മാനക രേഖാംശം എന്ന് പറയുന്നത്. മാനക രേഖാംശം എന്ന് പറയുന്നത് 0 ഡിഗ്രി രേഖാംശത്തെയാണ് മാനക രേഖാംശം എന്ന് പറയുന്നത്. ഓക്കെ, മാനകരേഖാംശം നൽകിയിട്ടുണ്ട് അല്ലേ, പിക്ചറിൽ ഇതാണ് മാനകരേഖാംശം, ഇതാണ് മാനകരേഖാംശം. മാനകരേഖാംശത്തിന് ഇരുവശവും കിഴക്കും പടിഞ്ഞാറുമുള്ള കോണീയ അകലമാണ് രേഖാംശം എന്ന് പറയുന്നത്. മാനകരേഖാംശത്തിന് ഇരുവശവും കിഴക്കും പടിഞ്ഞാറുമുള്ള കോണീയ അകലത്തെയാണ് രേഖാംശം എന്ന് പറയുന്നത്. ഇങ്ങനെ മാനകരേഖാംശത്തിൽ നിന്നും ഒരേ കോണീയ അകലമുള്ള രേഖാംശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് രേഖാംശ രേഖ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മാനകരേഖാംശത്തിൽ നിന്നും എന്ത് സംഭവമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞാലേ ഒരേ കോണീയ അകലമുള്ള രേഖാംശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാണ് അങ്ങനെ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. അതായത് ഈ രേഖകളെല്ലാം എന്താണ്, ഉത്തര ധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിലൊക്കെ കൂട്ടിമുട്ടും അല്ലേ. നോക്കി നമ്മൾ ഈ പിക്ചറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലേ, നോക്കിയേ ഈ രേഖാംശ രേഖകളൊക്കെ ഉത്തര ധ്രുവത്തിൽ അല്ലെങ്കിൽ ദക്ഷിണ ധ്രുവത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടിമുട്ടുന്നുണ്ട്. അങ്ങനെ മാനക രേഖാംശത്തിന് ഇരുവശവുമായിട്ട് 180 ഡിഗ്രി വീതം രേഖാംശങ്ങളാണുള്ളത്. എത്രയാണ്, 180 ഡിഗ്രി വീതം രേഖാംശങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ഉള്ളത്, ഉത്തര ധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിലുമായിട്ട് ഉള്ളത്. കിഴക്ക് അർദ്ധഗോളത്തിലെ രേഖാംശ രേഖകളെ കിഴക്ക് രേഖാംശങ്ങളെന്നും പടിഞ്ഞാറ് അർദ്ധഗോളത്തിലുള്ളവയെ പടിഞ്ഞാറ് രേഖാംശ രേഖകളെന്നാണ് വിളിക്കുന്നത് അല്ലേ. കിഴക്ക് അർദ്ധഗോളത്തിലെ രേഖാംശ രേഖകളെ കിഴക്ക് രേഖാംശ രേഖകൾ എന്ന് പറയും. അതുപോലെ തന്നെ പടിഞ്ഞാറ് അർദ്ധഗോളത്തിലുള്ളവയെ എന്ന് പറയും, പടിഞ്ഞാറ് രേഖാംശ രേഖകൾ എന്നും പറയും. ഇനി ഇന്ത്യയുടെ അക്ഷാംശ രേഖ എത്രയാണ്, 8 ഡിഗ്രി വടക്കിനും 38 ഡിഗ്രി വടക്കിനും ഇടയിലായിട്ടാണ്. അതുപോലെ രേഖാംശ രേഖ 68 ഡിഗ്രി കിഴക്കിനും 98 ഡിഗ്രി കിഴക്കിനും ഇടയിലായിട്ടാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയുടെ അക്ഷാംശ രേഖ 8 ഡിഗ്രി വടക്കിനും 38 ഡിഗ്രി വടക്കിനും ഇടയിലായിട്ട്, രേഖാംശ രേഖകൾ 68 ഡിഗ്രി കിഴക്കിനും 98 ഡിഗ്രി കിഴക്കിനും ഇടയിലായിട്ടാണ്. ഇനി എങ്ങനെയാണ് രാവും പകലും ഉണ്ടായിരിക്കുക, രാവും പകലും ഉണ്ടായിരിക്കുന്നത് നമുക്ക് നോക്കാം. രാവും എങ്ങനെയാണ് പകലുണ്ടാകുന്നതെന്ന്. ഭൂമിയിലെ രാത്രിയും പകലും ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ഭൂമിയുടെ പ്രകാശ സ്രോതസ് എന്ന് പറയുന്നത് എന്താണ്, സൂര്യനാണ് അല്ലേ. അപ്പോൾ ഭൂമിക്ക് നമുക്കറിയാം ഗോളാകൃതിയാണ്, ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു എന്ന് മനസ്സിലായേ. അങ്ങനെ ഭൂമി സ്വയം കറങ്ങുന്നതിനെയാണ് എന്ന് പറയുന്നത് ഭ്രമണം എന്ന് പറയുന്നത്. ഭൂമി സ്വയം കറങ്ങുന്നതിനെയാണ് ഭ്രമണം എന്ന് പറയുന്നത്. ഭ്രമണം മൂലം സൂര്യന് അഭിമുഖമായി വരുന്ന ഭാഗം പ്രകാശിതമാകുന്നതിനാൽ പകൽ അനുഭവപ്പെടുന്നു. ഭ്രമണം മൂലം സൂര്യന് അഭിമുഖമായിട്ട് വരുന്ന ഭാഗം എന്താണ്, പ്രകാശമാണ് അല്ലേ. അങ്ങനെ ഭ്രമണം മൂലം സൂര്യന് അഭിമുഖമായിട്ട് വരുന്ന ഭാഗം പ്രകാശിതമാകുന്നതിനാൽ എന്ത് സംഭവിക്കും, പകൽ അനുഭവപ്പെടും. എന്നാൽ മറുഭാഗത്ത് സൂര്യപ്രകാശം എത്തില്ല, അപ്പോൾ രാത്രി അനുഭവപ്പെടും. അതായത് ഭൂമി സ്വയം കറങ്ങാണല്ലേ ചെയ്യുന്നത്. അങ്ങനെ ഭൂമി കറങ്ങുമ്പോൾ ഒരു ഭാഗത്ത് എന്തുണ്ടായിരിക്കും, പകലുണ്ടായിരിക്കും, ഒരു ഭാഗത്ത് രാത്രി ആയിരിക്കും, ഒരു ഭാഗത്ത് വെളിച്ചം ഉണ്ടായിരിക്കും, ഒരു ഭാഗത്ത് രാത്രി ആയിരിക്കും. കാരണം എന്താണ്, സൂര്യൻ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്, ഭൂമി ഇങ്ങനെ കറങ്ങാണ്. അപ്പോൾ സൂര്യൻ എത്തുന്ന ഭാഗത്ത് എന്തായിരിക്കും, പ്രകാശമായിരിക്കും. അതായത് എന്താണ്, നമ്മൾ വെയിലേ നമ്മൾ പകലാന്ന് പറയും. അതുപോലെ തന്നെ എന്താണ്, അപ്പുറത്തെ ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും, ഇരുട്ടായിരിക്കും. കാരണം അവിടെ സൂര്യനില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് രാത്രി എന്ന് പറയുന്നത്. ഭൂമിയിൽ പകലും രാത്രിയും മാറി മാറി അനുഭവപ്പെടുന്ന എന്താണ്, ഭ്രമണം മൂലമാണ്. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 24 മണിക്കൂർ സമയം വേണം. ഇതിനെയാണ് എന്ന് പറയുന്നത് ഒരു ദിവസമായിട്ട് കണക്കാക്കുന്നത്. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 24 മണിക്കൂർ സമയം വേണം. ഇതിനെയാണെന്ന് പറയുന്നത് ഒരു ദിവസം എന്ന് പറയുന്നത്. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എത്ര മണിക്കൂർ സമയം വേണം, 24 മണിക്കൂർ സമയം വേണം. ഇതിനെയാണ് ഒരു ദിവസമായിട്ട് കണക്കാക്കുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി എന്താണ് ഉദയവും അസ്തമയവും എന്ന് പറയുന്നത്. ഉദയവും അസ്തമയവും എന്ന് വെച്ചാൽ എന്താണ്, ഭൂമിയുടെ ഭ്രമണം മൂലമാണ് സൂര്യൻ്റെ സ്ഥാനം മാറുന്നത്. നമുക്ക് കറങ്ങാൻ കഴിയും. ഞാൻ പറഞ്ഞത് സൂര്യൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, എന്നാൽ ഭൂമി സ്വയം കറങ്ങാണ്. അങ്ങനെ കറങ്ങുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് എന്ത് മനസ്സിലായത്, ഭൂമിയുടെ ഭ്രമണം മൂലമാണ് നമുക്ക് എന്ത് മനസ്സിലായത്, സൂര്യൻ്റെ സ്ഥാനം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലായില്ലേ. സൂര്യൻ്റെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സൂര്യൻ്റെ സ്ഥാനം മാറുന്നില്ല, എന്നാൽ ഭൂമി ഇങ്ങനെ കറങ്ങുമ്പോൾ നമുക്ക് തോന്നണല്ലേ സൂര്യൻ്റെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന്. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ മരങ്ങളും കെട്ടിടങ്ങളും ഒക്കെ എതിർദിശയിലേക്ക് സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നാറില്ലേ. അത് ശരിക്കും പറഞ്ഞാൽ ചലിക്കുന്നുണ്ടോ, ഇല്ല അല്ലേ. ഇതുപോലെയാണ് ഭൂമിയിൽ നിന്ന് വളരെ അകലെയായി സ്ഥിതി ചെയ്യുന്ന സൂര്യൻ കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നത് നമുക്ക് ദൃശ്യമാകുന്നത് നമ്മുടെ തോന്നലാണ്. ഓക്കെ ആണല്ലോ.
ഇനി മാറുന്ന കാലങ്ങൾ എന്ന് വെച്ചാൽ എന്താണ് നൽകിയിട്ടുള്ളത്? അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഭൂമി സ്വയം അച്ചുതണ്ടിൽ കറങ്ങുന്നുണ്ട്. അതിനെയാണ് ഭ്രമണം എന്ന് പറയുന്നത്. ഭ്രമണം കാരണമാണ് ഭൂമിയിൽ രാത്രിയും പകലും ഒക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് മാറുന്ന കാലങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക? പരിക്രമണത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിനെ ആധാരമാക്കി സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്നു. ഈ വലം വയ്ക്കലിനെയാണ് പരിക്രമണം എന്ന് പറയപ്പെടുന്നത്. ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിനെ സ്വയം ആധാരമാക്കി കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അതിനൊപ്പം എന്തും കൂടി ചെയ്യുന്നുണ്ട്? സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ വലം വയ്ക്കുന്നതിനെയാണ് പരിക്രമണം എന്നറിയപ്പെടുന്നത്. അങ്ങനെ പരിക്രമണം നടക്കുന്നത് മൂലമാണ് ഋതുഭേദങ്ങൾ അല്ലെങ്കിൽ കാലാവസ്ഥ വ്യത്യാസങ്ങളൊക്കെ വരുന്നത്. നോക്കി മഴ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത്? മഴക്കാലം, അതുപോലെ തന്നെ മഴ നിന്ന് കഴിഞ്ഞാൽ എന്താണ്? തണുപ്പ് വരും. അത് കഴിഞ്ഞാൽ ചൂട് വരും. ചിലത് ഇല പൊഴിക്കും, ചിലത് പുഷ്പിക്കും, ചിലത് കായ്ക്കും. അങ്ങനെ പല പല മേഖലകളും വരുന്നുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാലങ്ങൾ മാറി മാറിയിട്ട് അനുഭവപ്പെടുന്നത്? ഭൂമിയുടെ പരിക്രമണമാണ് അല്ലേ? ഭൂമിയുടെ പരിക്രമണമാണ് ഇത്തരത്തിൽ വിവിധ കാലങ്ങൾ അനുഭവപ്പെടുന്നതിന് കാരണം. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു, സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ വലം വയ്ക്കുന്നു എന്ന് പഠിച്ചു. അങ്ങനെ ഒരു പരിക്രമണം പൂർത്തിയാക്കുവാൻ വേണ്ടിയിട്ട് ഭൂമിക്ക് 365 കാല ദിവസങ്ങളാണ് അനുഭവപ്പെടുന്നത്. ഇതിനെയാണ് എന്ന് പറയുന്നത് ഒരു വർഷം എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പകലും രാത്രിയും അല്ലെങ്കിൽ ദിനമൊക്കെ ഉണ്ടാകുന്നില്ലേ? ദിനമൊക്കെ ഉണ്ടാകുന്നത് എന്ത് കാരണം? ദിനങ്ങൾ മാറി മാറിക്കൊണ്ടിരിക്കുന്നത് ഭൂമിയുടെ ഭ്രമണം മൂലമാണ്. എന്നാണ് പറയുന്നത്? ഭൂമിയിൽ എന്താണ് പറയുന്നത്? പരിക്രമണം മൂലമാണ് എന്ത് സംഭവിക്കുന്നത്? പരിക്രമണം മൂലമാണ് ഭൂമിയിൽ എന്ത് സംഭവിക്കുന്നത്? ഋതുഭേദങ്ങൾക്ക് കാരണം. അതുപോലെ തന്നെ ഭൂമിയിൽ വർഷം കണക്കാക്കുന്നത് പരിക്രമണത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അതായത് ഒരു ഭൂമിയിൽ 365 കാൽ ദിവസങ്ങളാണ് ഉണ്ടായിരിക്കുക. എന്ത്? ഭൂമി പരിക്രമണം ചെയ്യുന്നതിന് എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഒരു വർഷം എന്ന് അറിയപ്പെടുന്നത്. നോക്കിയേ, ഒരു വിമാനത്തിൻ്റെ വേഗത എത്രയാണ്? മണിക്കൂറിൽ ഏകദേശം 560 കിലോമീറ്റർ ആണ്. 560 കിലോമീറ്ററാണ് വിമാനത്തിൻ്റെ എന്തെന്ന് പറയുന്നത് വേഗത എന്ന് പറയുന്നത് അല്ലേ? എന്നാൽ മണിക്കൂറിൽ ശരാശരി എത്രയാണ്? നോക്കിയേ, മണിക്കൂറിൽ എത്ര കിലോമീറ്ററാണ് ഭൂമിയുടെ പരിക്രമണം എന്ന് പറയുന്നത്? അതായത് വിമാനത്തിൻ്റെ വേഗത എന്ന് പറയുന്നത് 560 കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ഭൂമിയുടെ പരിക്രമണം എത്രയാണെന്ന് ആലോചിച്ച് നോക്കാവുന്നതാണ് അല്ലേ? 96,000 കിലോമീറ്റർ വേഗത്തിലാണ് ഭൂമിയുടെ പരിക്രമണം എന്ന് പറയുന്നത്. ഇനി എന്താണ് അതിവർഷം എന്ന് പറയുന്നത്? ലീപ്പ് ഇയർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പറഞ്ഞു അല്ലേ, 365 കാൽ ദിവസമാണ് ഒരു വർഷത്തിന് വേണ്ടിയത്. അപ്പോൾ ഈ കാൽ ദിവസം ഉണ്ടല്ലോ, ഈ കാല് കൂട്ടി 4 വർഷം കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഒന്നായിട്ട് മാറില്ലേ? ഇപ്പം 366 ആവുമല്ലോ. അപ്പോൾ അതിനെയാണ് പറയുന്നത്. നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഒരു പരിക്രമണം പൂർത്തിയാക്കുവാൻ ഭൂമിക്ക് 365 കാൽ ദിവസങ്ങൾ വേണ്ടി വരും. എന്നാൽ ഒരു വർഷത്തിന് എത്ര ദിവസങ്ങളുണ്ട്? 365 ദിവസങ്ങളാണുള്ളത്. ബാക്കിയുള്ള കാൽ ദിവസം 4 വർഷങ്ങൾ കൂടുമ്പോൾ ഒരു പൂർണ്ണ ദിവസമായിട്ട് മാറും. അങ്ങനെ ഓരോ 4ാമത്തെ വർഷത്തിലും എത്ര ദിവസങ്ങളുണ്ടായിരിക്കാം? 366 ദിവസങ്ങളുണ്ടായിരിക്കാം. ഇതിനെയാണ് അതിവർഷം എന്ന് പറയുന്നത്. കാലിനുള്ളത് കൂട്ടി കാൽ പ്ലസ് കാലിനാകുമ്പോൾ എത്രയോ എന്തായി മാറും? ഒന്നായി മാറില്ലേ? ആ 1 ഒരു വർഷത്തിൽ കൂട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ അക്ഷാംശ രേഖകൾ, മാനക രേഖാംശം, പിന്നെ ഭൂമധ്യരേഖ, അതുപോലെ തന്നെ എന്താ പഠിച്ചത്? ഭൂമിയുടെ ഭ്രമണവും പരിക്രമണവും പഠിച്ചു അല്ലേ? ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ.